കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നം, ഒന്ന് കുടിവെള്ള പ്രശ്നവും രണ്ടാമത് മാലിന്യ പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിയെ കേരള സമൂഹം നേരിടാൻ പോകുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഏതെങ്കിലും ഒരു സർക്കാരോ അല്ലെങ്കിൽ പ്രാദേശികമായ സർക്കാർ ത്രിതല പഞ്ചായത്തോ വിചാരിച്ചാൽ മാത്രം നടപ്പാക്കുവാൻ കഴിയില്ല. ജനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യമാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും, യുവാക്കൾ, യുവതികൾ, മാതാപിതാക്കൾ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു മുദ്രാവാക്യമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ 44 നദികളുണ്ട്. ഒരു വർഷം 300ഓളം സെന്റിമീറ്റർ മഴയുണ്ട്. പക്ഷേ ഒരു ദിവസം മുഴുവൻ വേനലുണ്ടായാൽ 24 മണിക്കൂറും കൊണ്ട് ഈ പെയ്ത ഈ മഴയെല്ലാം, ആ വെള്ളമെല്ലാം കടലിൽ ചെന്നെത്തുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കുവാൻ കൊള്ളില്ല. കാരണം മലിനീകരിച്ച മാലിന്യം ചെന്നെത്തിയ വെള്ളമാണ്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മ പരിപാടി ഇതിന്റെ ഭാഗമായി തയ്യാറാക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും. ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് ജലസംരക്ഷണ പ്രതിജ്ഞ എടുക്കുന്നതിന് ഒരു പ്രതിജ്ഞ ഔദ്യോഗികമായി ഗവൺമെന്റ് ലെവലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ ശ്രീ ജോസ് കെ മാണി MP ആ പ്രതിജ്ഞ ഇപ്പോൾ ചൊല്ലുന്നതാണ്. അതിനുശേഷം പ്രതിജ്ഞ എടുത്തതിനു ശേഷം ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ നിർവഹിക്കും. കുടിവെള്ളം, ആരോഗ്യം, വൈദ്യുതി, ജലസേചനം, ടൂറിസം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുടെയെല്ലാം നിലനിൽപ്പിന് ജലം അത്യാവശ്യ ഘടകമാണ്. മഴയുടെ സ്വന്തം നാടായ കേരളത്തിലെത്തുന്ന ഓരോ തുള്ളി മഴയും കരുതലാവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. ജലം ഉൾപ്പെടെയുള്ള പ്രകൃതിയുടെ സമ്പത്തിലാണ് എൻ്റെ വീട്ടിലെയും നാട്ടിലെയും കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ എല്ലാ ജലസമ്പത്തും മലിനമാകാതെ കരുതുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു.